ഇന്നൊരു കഥ കേട്ടാലോ? ഇത് തട്ടാഞ്ചേട്ടൻ. ഞങ്ങളുടെ നാട്ടിലെ ദേവീക്ഷേത്രത്തിനോട് തൊട്ടരികിലായിട്ടിരിക്കുന്ന തട്ടാഞ്ചേട്ടൻ. തട്ടാഞ്ചേട്ടനെ അറിയാത്തതായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആരും കാണില്ല. ഞങ്ങളുടെ ജനറേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ജനറേഷനിൽ അതിന് മുമ്പത്തെ ജനറേഷനൊക്കെ കാതി കുത്തി കൊടുത്തതൊക്കെ തട്ടാഞ്ചേട്ടനായിരിക്കും. ഇപ്പോൾ എല്ലാവരും സ്വർണ്ണക്കടകളിലൊക്കെ ആയിട്ട് പോകുന്നു, ബ്യൂട്ടി പാർലറിലായിട്ടൊക്കെ പോകുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള തട്ടാന്മാരെ കൊണ്ട് കാത് കുത്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം കഥ പറഞ്ഞു വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാത് കുത്തിയ ചേട്ടനാണ്. എൻ്റെ മോടെ കാത് രണ്ടാമത് കുത്തിയത് ചേട്ടനാണ്. എൻ്റെ മോടെ കാത് ആദ്യമേ വേറൊരിടത്താണ് കുത്തിയത്. അവരെ ഞാൻ കുറ്റം പറയുകയല്ല. സ്വാഭാവികമായിട്ട് ചിലർക്ക് സ്വർണ്ണത്തിൻ്റെ അലർജി കാണും, പഴുത്ത് അങ്ങനെ മാറി രണ്ടാമത് ചേട്ടനെ കൊണ്ടാണ് കുത്തിച്ചത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ പണ്ടൊരു നമ്മുടെ ഹീറോ പെനയുടെ ഒരു വളയുണ്ട്, ഗോൾഡ് കളർ. അത് ഞാൻ മോതിര എന്ന് പറഞ്ഞെടുത്തിട്ടപ്പം അമ്മ അവിടെ കൊണ്ടുപോകാൻ കട്ട് ചെയ്യിച്ചത്. അങ്ങനെ ഒരുപാട് കഥകൾ എന്നെ പോണക്ക് കഥ പറയാൻ ഇഷ്ടമാതിരി പേർക്കും കാണും തട്ടാച്ചേട്ടനെ പറ്റി. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ത്രാസ് മാറ്റാറായില്ലേ? അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങളെടുത്ത് നമ്മളെ കളയുമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ചേട്ടൻ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഞാനിതൊരു നിധി പോണക്കാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ഡിജിറ്റലാണ്. വർഷം തോറും ഗവൺമെൻറ്റിൻ്റെ ഒരു സീലുണ്ട് ഇതിന്. അപ്പോൾ സീല് ചെയ്യിക്കാൻ പോകുമ്പോൾ അവരും ചോദിക്കുന്നു, ഇതൊന്ന് മാറ്റിക്കൂടായോടോ, ഡിജിറ്റലാക്കിക്കൂടാ? പക്ഷേ ചേട്ടൻ പറയും